ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ റിച്ച് വോയിസ് തുടങ്ങിയിട്ട് ഒരു വർഷം ഇന്നത്തേക്ക് ഡിസംബർ 8 2024 തികയുകയാണ്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വെൽക്കമിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ കൊല്ലം ഡിസംബർ 8 2023 ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഈ സെയിം സ്പോട്ടിലാണ് ഞാനിങ്ങനെ കൈവച്ചിട്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതോ ഒന്നും അറിയില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങണ പോലെ, ആ സുപ്രഭാതമായിരുന്നില്ല, ഇതുപോലൊരു ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് മൈക്കൊന്നും ഇല്ലാണ്ട് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് 10,000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഒരു വർഷം കൊണ്ട് ഇത്ര ആൾക്കാരായാലും എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും ചെറിയൊരു കാര്യമില്ല, വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാനത് കൺസിഡർ ചെയ്യണത്. ഒരു കൊല്ലം ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിരുന്നു. കുറേ പേർക്ക് ഭയങ്കര ശല്യമൊക്കെ ആയിട്ടുണ്ടാവാം. കാരണം വെച്ചാൽ എൻ്റെ നിരന്തരമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ പേര് അത് കാണാറില്ല, അല്ലെങ്കിൽ അന്നിരുന്നാൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 10,000 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ 14,400 കറക്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഈ സെയിം ഡ്രസ്സ്, സെയിം ക്യാപ്പ്, ഈ സ്പെക്സ് മാത്രം വ്യത്യാസമുണ്ട്. അതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു. ആ ബ്ലാക്ക് എനിക്ക് കാണാനില്ല. എനിക്കിങ്ങനെ റീക്രിയേഷൻ വീഡിയോ പോലെ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് ഞാനിങ്ങനെ 2-3 വട്ടം വീഡിയോ എടുത്തിട്ടാണ് ഞാൻ വിയർത്ത് കുളിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 സ്പോട്ടാണ് വന്നിരിക്കണം. ഇനി വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എത്ര വിയർപ്പ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഒരു കൊല്ലത്തെ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണതും. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്താ പറയുക, ഇത്രയും പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി. കുറേ പേര് എന്നോട് പേഴ്സണലി പറഞ്ഞു, കോവിഡ് സമയത്ത് തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഹിറ്റാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുക. അല്ലാത്തവർ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയാൽ പോലും അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരു കൊല്ലത്തിൽ തന്നെ, ഒരു കൊല്ലം ആകുമ്പോഴേക്കും 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണ്, ഈ കാണുന്ന ഓരോരുത്തരാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ഒരു ചെറിയൊരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാണ്. ഒരു ചെറിയൊരു കേക്ക് എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സാന്നിധ്യം ഞാനിവിടെ വെച്ചുകൊണ്ട് ഞാൻ ആ കേക്ക് കട്ട് ചെയ്യാണ്. ചെറിയൊരു കേക്കാട്ടോ, എനിക്ക് മാത്രം കഴിക്കാനായതുകൊണ്ട് ഞാൻ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്കാണ് ഞാനിത് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം മൂലം ഞാനിങ്ങനെ കട്ട് ചെയ്യാണ്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. നല്ല ക്രീമി ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക്. ജീസസ് ക്രൈസ്റ്റ്, കേക്ക് വീണു ഗൈസ്. എന്താ ചെയ്യാ, വിധിയില്ല, വെക്കണ്ട വരും. കേക്ക് ഇങ്ങനെ കൊള്ളാവൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാനിങ്ങനെ ചിരിക്കണമെന്നുള്ളൂ. എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. എൻ്റെ കേക്ക് താഴോട്ട് തെറിച്ച് വീണു. എന്നിരുന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ്. വീണാലും ഞാൻ അതിൻ്റെ ഒരു മധുരം ഷെയറിങ് ആണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ചോക്ലേറ്റിൻ്റെ സാധനമൊക്കെ തെറിച്ച് വീണു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്കും കഴിക്കാനും പറ്റിയില്ല, എനിക്കും കഴിക്കാനും പറ്റിയില്ല. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും കൊതി വന്നിട്ടാണ് അതിൻ്റെ കയ്യിൽ അത് വീണതെന്ന് വിചാരിക്കും. അതല്ല, എന്നാലും എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ഇത് വീണ് പോയത് കൊതിയൊന്നും മൂത്തിട്ടല്ല, അല്ലെങ്കിൽ കൊതി കാരണമല്ല. നിങ്ങൾക്ക് കൊതി പറ്റുമെന്ന് വിചാരിക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഈക്വലായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പീസ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ, എന്നിരുന്നാൽ പോലും ഞാൻ കത്തിയൊക്കെ വെറുതെ കൊണ്ടുവന്നു ഗൈസ്. ഞാൻ ആ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൈഡിൽ നിന്ന് ഒന്ന് കഴിക്കാണ് കേട്ടോ. എൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ആ വീണ ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ചോക്ലേറ്റ് നിറഞ്ഞിരിക്കുന്ന ഭാഗം നേരെ തലകുത്തി സ്ലിപ്പ് ചെയ്ത് വീണതാണ് ഉണ്ടായത്. എന്തായാലും ഇതൊരു മെമ്മറിയാണ്. അടുത്ത കൊല്ലം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു സ്പോട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു കൊല്ലം കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ ഓടുകയാണെങ്കിൽ വിജയകരമായിട്ട് നല്ലൊരു കേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നല്ലൊരു കേക്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വരട്ടെ കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ താഴോട്ട് വീണു. എന്നിരുന്നാൽ പോലും എനിക്കും കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, നിങ്ങളെല്ലാവരും സന്തോഷിക്കുവിൻ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ വന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മൈക്ക് വാങ്ങിച്ചു, സ്റ്റാൻഡ് മേടിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. ഈ സാധനം ഞാൻ അവിടെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ല, എഡിറ്റിംഗ് പോലും അറിയാണ്ടാണ് ഞാൻ ഇവിടെ വരെ നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു എഡിറ്റിങ്ങിൽ പ്രോ ആയി എന്ന് പറയാം, ഒരു മിനി പ്രോ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഓവർലോഡഡ് ആണ്. എനിക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഡിസംബർ 8 2024 ഇത്രയും ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ 413 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ 413 വീഡിയോസ് ഡെയിലി, ഒരു കൊല്ലം 365 ദിവസമാണെങ്കിൽ ഡെയിലി ഒരു 2 ദിവസം വീഡിയോസ് ഇട്ടാലല്ല, ഒരു 4 ഡെയിലി ഇട്ടില്ലെങ്കിലും ഞാൻ പരമാവധി ഡെയിലി ഇടാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു യൂട്യൂബ് തുടങ്ങാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് വേർത്താലാണ് നമുക്കൊരു എന്താ പറയുക ഒരു റിസൾട്ട്, ഔട്ട്കം റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് റിസൾട്ട് എന്ന് പറയാൻ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ഇടാൻ, കാരണം കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വരുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടാൻ. അപ്പോൾ ഇതുവരെ അത് വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കറിയാത്തവർ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കമൻറ്റ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ നിമിഷം ഞാൻ നല്ലൊരു താങ്ക്സ് പറയുകയാണ്. ഇനിയും എൻ്റെ വീഡിയോസ് വരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റിച്ച് വോയിസ് എന്നുള്ള പേരും അല്ലെങ്കിൽ വെൽക്കമിങ് വീഡിയോ അതൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ആ വീഡിയോ ഒന്നും കൂടി കണ്ടു, ഒരു വർഷത്തെ വീഡിയോ, ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ ഞാൻ ഒന്നും കൂടി കണ്ടു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ തപ്പിയെടുക്കായിരുന്നു, ഇതൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ സെയിം സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും കേക്ക് നഷ്ടപ്പെട്ട ഒരു ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കും കഴിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്കും കഴിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കും വിഷമില്ല. കേക്ക് ഇങ്ങനെ വീഴുന്നു ഞാനും വിചാരിച്ചില്ല. അഭിജിതാരമായി അൺഎക്സ്പെക്റ്റഡ്ലി അതങ്ങനെ വീണു പോയി. അപ്പോൾ നമുക്കൊന്നും പറയാനില്ല. കുഴപ്പമില്ല, സാരമില്ല. അടുത്ത വർഷം നമുക്ക് നല്ലൊരു കേക്ക് മുറിക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഋത്തുൻ സൈനിങ് ഓഫ് ഫ്രം റിച്ച് വോയിസ്. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണണം. ഇനി വീണ്ടും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ വേണം കേട്ടോ. Bye-bye.